ഇതുവഴി നമ്മൾ കടന്നു വരുമ്പോഴത്തെ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴും ധാരാളം കൽമണ്ഡപങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ കല്ല് വെച്ചിരിക്കുന്നതാണ് ഭയങ്കരം കേട്ടോ. അത് നോക്കി, നമ്മൾ സാറിനെ ഓർക്കുന്ന എന്താണ്, കല്ലിൻ്റെ മേളിൽ കല്ല് എന്നല്ലേ. ഇത് ചുമ്മാ കുത്തിച്ചാരി വെച്ചിരിക്കുക. ഇതുണ്ടോ, ഒരു കല്ല്, അതിൻ്റെ മേളിൽ ചുമ്മാ ഒരു കല്ല് കയറ്റി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ സെൻറ്ററിൽ ഹോളോ കാര്യങ്ങളോ കാണണം, ഒരു ലോക്ക് പോലെ. കാരണം എന്താണെന്ന് വെച്ചെന്നാൽ തേണ്ടി ഇവിടെ 1-2 കല്ലുകൾ കണ്ടു, അതിൽ നടുവിൽ ഹോളുകളുള്ളത് കാണാം. അപ്പോൾ അതുപോലത്തെ ഒരു ഹോളിലോട്ട് ഈ കല്ല് ഇറക്കിയിട്ടിരിക്കുമായിരിക്കും. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകാം കേട്ടോ. ഇതൊരു ഗുഹാപാളി പോലെ, ഗുഹാമുഖം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതുണ്ടോ, ഇതൊക്കെ ആളുകൾക്ക് താമസിച്ചിരുന്ന വീടുകളാണെന്നാണ് തോന്നുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ അകത്തുകൂടിയൊക്കെ പോവാം. അവിടെയൊക്കെ പശുക്കളെയൊക്കെ കിട്ടുന്നതാണിപ്പോൾ. ഇത് കണ്ടോ, കല്ലിനോട് ചേർന്ന് ആ കല്ലിൻ്റെ ഷേപ്പിൽ തന്നെ വലിയൊരു കല്ലാണ്. ആ കൽപ്പാളിയുടെ ഷേപ്പിൽ തന്നെ അവിടെ ഒരു കൊത്തുപണിയും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു രീതി. പണ്ട് ഹംപി കുറേ കാലം ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ഒരു സ്ഥലമാണ്. അതിനുശേഷമാണ് ഇത് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഏറ്റെടുത്തത്. പണ്ട് കാലത്ത് ഇവിടുത്തെ ഈ കഞ്ചാവ് വലിച്ച് നടന്നിരുന്ന ആളുകൾ വന്ന് തമ്പടിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ ഹംപി. അതിനുശേഷം അവരെല്ലാം ഇവിടുന്ന് മാറ്റിയതിന് ശേഷമാണ് ഈ പ്രദേശം മുഴുവൻ റെഡിയാക്കി എടുത്തത്. കൽമണ്ഡപങ്ങളുടെ ഘോഷയാത്രയാണ്. ധാരാളം കൽമണ്ഡപങ്ങൾ, കിലോമീറ്റർ കണക്കിനാണ് കൽമണ്ഡപങ്ങൾ നിൽക്കുന്നത്. ഇതൊക്കെ ക്ഷേത്രങ്ങളാണ് കേട്ടോ. വളരെ ഏൻഷ്യൻ്റ് പാത്വേ. ഓ അത് ശരി, ഇതായിരുന്നു പുരാതന കാലത്തെ ഇത് വഴിയാണ്, നടവഴിയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി ഇങ്ങനെയാണ് ആ കൊട്ടാരത്തിൻ്റെ, ഈ ക്ഷേത്രത്തിൻ്റെയും കൊട്ടാരത്തിൻ്റെയും മാർക്കറ്റിൻ്റെയും ഭാഗത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഇതാണ് നടവഴി. അത് എനിക്ക് തോന്നുന്ന പടയാളികൾ താമസിക്കാനുള്ളതും ഇത് മറ്റുള്ളവർക്ക് താമസിക്കാനുമുള്ള സ്ഥലങ്ങളായിരിക്കണം. ഇത് അതിൻ്റെ മുകളിലൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട്. പോയിൻറ്റ് ബ്ലാങ്ക് ജീൻസ്. ഇതുണ്ടോ, കല്ലൊക്കെ നിൽക്കുന്ന നിപ്പ് കണ്ടോ. ചുമ്മാ എടുത്ത് വെച്ച പോലെ ഒരു കല്ല്. ഇതുണ്ടോ, ചുമ്മാ എടുത്ത് വെച്ച പോലെ ഒരു കല്ലിരിക്കുന്നത്. അതെങ്ങാനും മറിഞ്ഞു വീഴുമോ എന്നുള്ള പേടിയിൽ നിൽക്കുകയല്ലേ. അതെങ്ങനെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് ഹംപിയിലെ കാഴ്ചകൾ. അപ്പത്തെ ഈ വഴിയെ തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ്. ഹംപിയിലെ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് വന്നതാണ്. ഭയങ്കരമായ നല്ല വലിപ്പമുള്ള ഒരു ക്ഷേത്രമാണിത്. ഇത് കണ്ടോ, ഇത് പിൽക്കാലത്ത് നിർമ്മിച്ച ക്ഷേത്രമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ പോയാൽ നദിക്കരയിലേക്ക് എത്താം. അപ്പോൾ നദിക്കരയിലോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൈക്കിൾ അവിടെ ചുമ്മാ വെച്ചിട്ട് പോകുന്നതാണ്. ഇതാണ് ഈ അമ്പലത്തിൻ്റെ കുളം. കരിങ്കൽ കെട്ടുകളാണ്. അതുപോലെ തന്നെ അതിൽ സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ട്. ഇറങ്ങിപ്പോയി കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് തീർത്ഥക്കുളമാണ്. ഇവിടെ ധാരാളം ചെറിയ കൽമണ്ഡപങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴത്തെ നമ്മൾ നടന്ന് ആ പുഴയുടെ തീരത്തേക്ക് എത്തുകയാണ്. കൂടുതലും മഹാരാഷ്ട്ര ഭാഗത്തു നിന്നാണ് ആളുകൾ ഹംപിയിലേക്ക് എത്തുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറകെ നടന്ന് ചോദിക്കാൻ ആൾക്കാരുണ്ട്, സാധനം വേണമെന്ന്. എന്നോടിപ്പോൾ ഒരു 50 പേരല്ല ചോദിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്കുള്ള യാത്രയിലുള്ള കുഴപ്പം അതാണ്. കാണുന്നവനെല്ലാം വിചാരിക്കുന്നത് നമ്മൾ ഈ സാധനം അടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇവിടെ ഒരു ഹംപി ഐലൻഡ് ഉണ്ട്, അവിടെയാണ് ഈ സാധനം എല്ലാം കിട്ടുന്നത്. ഇതുണ്ട്, ആ മുകളിലെ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രങ്ങൾ ധാരാളം. അതുപോലെ തന്നെ ഇവർ താമസിച്ചിരുന്ന വീടുകളൊക്കെയാണ് ആ മുകളിൽ കാണുന്നത്.
അത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയാലും പിന്നെ ആ ബാക്കിൽ കൂടെ വന്നാലേ ഉള്ളൂ അത് കാണാൻ സാധിക്കത്തുള്ളൂ. അത് ഒരു 1.5 കിലോമീറ്റർ നടക്കണം. അപ്പോൾ കുഞ്ഞിനെയും വെച്ചിട്ട് അത്രയും ദൂരം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. ഇത് കണ്ടോ, കെട്ടുകളിങ്ങനെ, അതൊക്കെ രാജകുടുംബത്തിൻ്റെ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അവർക്ക് ദർശനം എന്ന് പറഞ്ഞാൽ ആ പുഴയിലേക്കാണ് ദർശനം. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കവാടങ്ങൾ കാണാം. മനോഹരമായ 2 കവാടങ്ങളാണുള്ളത്. ഒന്ന് കിഴക്കോട്ട് ദർശനമായും ഒന്ന് വടക്കോട്ട് ദർശനമായാണ് 2 കവാടങ്ങളുള്ളത്. ഉള്ളിലാണ് വലിയൊരു ക്ഷേത്രം. കരിങ്കല്ലാണ്, മൊത്തം കരിങ്കല്ല്. അതായത് ഇവിടെ കിട്ടിയിരുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ നിർമ്മിതികളെല്ലാം നടത്തിയിരിക്കുന്നത്. അപ്പോഴത്തെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. തെലുങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള വണ്ടികളാണ് കൂടുതലും കാണപ്പെടുന്നത്. ചിലതെല്ലാം നശിച്ച് കിടക്കുന്നതായതുകൊണ്ട് അതിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആൾക്കാർ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ കൂടി കാണുമ്പോൾ നമുക്ക് ഭീകരത തോന്നും. ഇപ്പം മറിഞ്ഞു വീഴും എന്ന ഒരു രീതിയിലിരിക്കുന്ന കെട്ടിടങ്ങളാണ് കൂടുതലും. പക്ഷേ ഈ കൽപ്പാളികൾ കൊത്തിയിരിക്കുന്നതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 4.5 കിലോമീറ്റർ പോയാലാണ് മറ്റൊരു ക്ഷേത്രമുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ്. ഇതിൻ്റെ ഫൗണ്ടേഷൻ കരിങ്കല്ലിലും മുകളിലേക്ക് ചുടുകട്ടയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് 2 സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. ഒരു ആലപ്പുഴക്കാരനും ഒരു പത്തനംതിട്ടക്കാരനും. നിങ്ങൾ എന്താ വർക്ക് ചെയ്യുകയാണോ? പഠിത്തം കഴിഞ്ഞതേ ഉള്ളൂ. 2 പേരും അവിടെ അമൽ ജ്യോതിയിലായിരുന്നു. അത് ശരി. ഞാൻ 6 മാസം മുമ്പ് അമൽ ജ്യോതിയിലെ വന്നിട്ട് കുരിശുമലയെല്ലാം കയറിയിട്ട് വന്നതാണ്. കോളേജിൻ്റെ ഫ്രണ്ടിലത്തെ കുരിശുമലയെല്ലാം കയറി അവിടുത്തെ കുറേ പിള്ളേർ എൻ്റെ ഫോട്ടോ എല്ലാം എടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ പേര് പറഞ്ഞില്ല. അശ്വിൻ, ഹരി. അപ്പോൾ അതേ 2 പേരും കൂടെ ഹംപിയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ബസ്സിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള യാത്ര ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ചെറിയ സ്പോട്ടുകളിലേക്ക് യാത്ര ചെയ്യുക, അതാണ് അല്ല ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന. യാത്ര ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ഒരു സുഖം കിട്ടുന്നത്. അപ്പോഴത്തെ കുഞ്ഞിയും ഞാനും ഇവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തെ നമ്മൾ ഹംപി വന്നപ്പോഴത്തേനും ഇവിടുത്തെ ക്ലീനിങ് സെക്ഷൻ്റെ മെയിൻ ആൾക്കാരാണ് കേട്ടോ മുഴുവൻ. അവർ നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. കുഞ്ഞിനെ കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. आप सुपरवाइजर है? सुपरवाइजर नो ओनली क्लीनिंग पर्सन. ओके. नाम क्या है? आप स्वामी. आपका? सुंगप्पा. पुनीत राजकुमार. बाप रे, फिल्म एक्टर है. ये क्या बात है. रामू. श्रीराम. वीरेश. देख इधर पर नाम लिखा है. अच्छा. अप्पू. हाँ, अप्पू नाम सुन के पता है. ഇത് കണ്ടോ, ഫിലിം ആക്ടറാണ്. പക്ഷേ പുള്ളിക്ക് ഒരു ജാടയില്ല കേട്ടോ. നെവർ മൈൻഡ് ഫിലിം ആക്ടിങ്. പുനീത് രാജ്കുമാർ. പുനീത് രാജ്കുമാർ. മലയാളീസ് മുഴുവൻ ഇപ്പോൾ ഹംപിയിലാണല്ലോ. ഞാൻ വന്നെന്ന് എല്ലാവരും അറിഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ ഫോളോവേഴ്സ് കുറേ പേര് വിഷുവാന്നും പറഞ്ഞുകൊണ്ട് വരാതിരുന്നതാ. അതെ. പക്ഷേ ഇവിടെ നല്ല കാറ്റുണ്ടെന്നുള്ള കാര്യം അവർക്കറിയത്തില്ലല്ലോ. നമുക്ക് താങ്ങാവുന്ന വെയിലേ ഉള്ളൂ. ഇല്ലില്ല. അല്ല, പാലക്കാടിൻ്റെ അത്ര ഇല്ല. കാസർഗോഡാണ് ഞാൻ പോഞ്ഞു പോയത്. ഞാൻ നല്ല ക്ലൈമറ്റിൽ നിന്ന് നേരെ വന്ന് കാസർഗോഡോട്ട് കയറുമല്ലേ. എൻ്റെ പൊന്നു, എൻ്റെ ഇടപാട് തീർന്നു പോയി. അണ്ടം കീറിപ്പോയെന്ന് പറഞ്ഞാൽ മതി. ഷോട്ടടി. ഷോട്ടടിക്കാനില്ലേ. ഞങ്ങൾ കൊട്ടവഞ്ചിയുടെ ആ പ്രദേശത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മണ്ഡപം കണ്ടപ്പം എല്ലാവരും കൂടി അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി നേരം കയറിയിരിക്കാമെന്ന് വെച്ച്. ഒരു അടിപൊളി കൽമണ്ഡപം. പണ്ട് രാജാക്കന്മാർ
വന്നിരുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ എങ്ങനെ കൊത്തിയേക്കുന്ന ഇഷ്ടം പോലെ താണ്ട് അപ്പുറത്ത് ആ ബസാർ ആ ഇവിടുത്തത് ആ ഗണപതി ഇത് ഹനുമാൻ വാല് ഇടത്ത് വശത്ത് വാല് ഹനുമാൻ. പക്ഷെ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത് ഈ ഇത്രയും കൂടി തള്ളു വേണ്ട ഈ കൊത്തിന്റെ ഒരു ഇത് കണ്ടോ അല്ലേ? അത് ഹനുമാൻ. എന്താ തണുപ്പല്ലേ? അപ്പത്തെ ഇതൊരു ടെമ്പിളായിരുന്നു. ആ ടെമ്പിളാ. സരസ്വതിയാ ഷൂട്ട്. ഇല്ല വിഗ്രഹം ഇല്ല. അല്ല ഇതാ പ്രതിഷ്ഠയാ. ആ ഉപക്ഷേത്രങ്ങളാ മുഴുവൻ. ആ അതെ ആ ഇത് കണ്ടോ ഇത് സരസ്വതി ശംഖ് സരസ്വതി. അപ്പത്തേ ഞങ്ങള് ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ നടക്കുകയാണ്. ഇവിടെ ബോട്ടിങ് കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട്. കൊട്ടവഞ്ചിക്ക് എത്രയാ റേറ്റ് എന്നൊക്കെ നോക്കട്ടെ. ആ കുരങ്ങന്മാരെ ശ്രദ്ധിച്ചോണം. പക്ഷെ ഞാൻ സ്റ്റിക്ക് എടുത്തുകൊണ്ട് പോരണ്ടായിരുന്നു. ഇതിപ്പോൾ ചിത്രനെ പോലെ 50 കിലോ വെയിറ്റും തൂക്കി നടക്കേണ്ടി വരുമല്ലോ. അതെ 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 എന്നെ കൊണ്ട് പറ്റിയല്ലാത്തോണ്ടാ. ആ ചിത്രൻ അന്നേരം അതിനുള്ള ഇതുണ്ട്. ആ അതെ ഇരിക്കുന്നു. ഹലോ ഹൗ ആർ യു മാൻ? സുഖാണോ? എല്ലാം കിട്ടിയോ രാവിലെ? കലിപ്പാണല്ലോ. കലിപ്പാണോ? അപ്പത്തേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കുറേ പിള്ളേരെ കണ്ട് അവരെല്ലാം ഇവിടെ കാണാൻ വേണ്ടി വന്നതാണ്. ഇതുണ്ടോ കൊട്ടവഞ്ചി, ധാരാളം കൊട്ടവഞ്ചികൾ കിടക്കുന്നതാണ്. നമുക്കതിൽ പോകുന്നതിന് എത്രയാണ് റേറ്റ് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. അതിനുശേഷം ഒന്ന് യാത്ര ചെയ്യണമെന്നുണ്ട്. ഞാൻ ക്ഷേത്രത്തിനുള്ളിലോട്ട് പോകുന്നില്ല. അവരൊക്കെ പോയി ദർശനം നടത്തിയിട്ട് വരട്ടെ. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ നിൽക്ക്, ബാഗ് ഞാൻ നിൽക്ക്, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ കയറുന്നുണ്ടോ? കയറിട്ടോ ഞാൻ കയറുന്നില്ല. അപ്പോഴത്തെ ഇവിടുന്ന് കാണുന്നത് മുഴുവൻ കൽക്കെട്ടുകളാണ് കേട്ടോ. ഇത് നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ കൽത്തൂണുകളിൽ നിൽക്കുന്ന കെട്ടിടങ്ങളാണ്. ഇതൊക്കെ വിശ്രമ കേന്ദ്രങ്ങളായിരുന്നിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് ചന്തയായിട്ടോ പുഴയിലൂടെ വരുന്ന ആളുകൾക്ക് ചന്തയായിട്ടൊക്കെ ഉപയോഗിക്കാനുള്ള സ്ഥലങ്ങളായിരുന്നിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട്. കുരങ്ങുകളുടെ ശല്യമുള്ളതുകൊണ്ട് അവരുടെ ബാഗ് നോക്കാൻ വേണ്ടി ഞാനിവിടെ നിൽക്കുകയാണ്. തുംഗഭദ്ര നദിയാണ് ഈ ഒഴുകി പോകുന്നത്. ഡാം വന്നതുകൊണ്ട് അതിന് വീതി കുറഞ്ഞതാണ്. ഇതിലും മഴക്കാലത്ത് വലിയ രീതിയിൽ ഇത് ഒഴുകി പോകുന്നതാണ്. ഇതിനൊന്നും താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഒറ്റക്കല്ലിൽ തീർത്ത ആ നന്ദിയുടെ രൂപം.
ഈ മുകളിലത്തെ മലയിൽ ഒരു ക്ഷേത്രമുണ്ട്. അങ്ങോട്ട് പോകണമെങ്കിൽ കുറേ ടൈം എടുക്കും. ഈ കല്ലുകൾക്കിടയിലൂടെ വേണം കയറിപ്പോകാൻ. ഇവിടെയെല്ലാം ധാരാളം കെട്ടുകളൊക്കെ കാണാൻ പറ്റും. ധാരാളം കൽമണ്ഡപങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ രൂപമാണ് ഇവിടെയുള്ളത്. ആ ശിവക്ഷേത്രത്തിൻ്റെ നന്ദിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു വലിയ മാർക്കറ്റായിരുന്നു. ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞ സമയമാണ്. അതുകൊണ്ടാണ് രഥങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേ നമ്മൾ സാർ താങ്ക് യു. നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരൊക്കെ പിടിച്ചോണ്ട് പോയി. അപ്പം നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഒന്ന് മാറി നിൽക്കുകയാണ്. കച്ചവടം ചെയ്തു. ഹായ്. പക്ഷേ നമ്മൾ ചവിട്ടി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. നമ്മളിനി മുകളിലോട്ട് പോവാം. കൂട്ടിന് ആളിനെ വിളിച്ചോ? വെള്ളം വാങ്ങിച്ചൊരു പരുവത്തിലാവുമല്ലോ. ഞാനെന്നാ അങ്ങ് തള്ളി തുടങ്ങിക്കോട്ടെ. ഞാൻ തള്ളി മേളിലെത്തുമ്പോൾ നിങ്ങൾ പതിയെന്ന് വന്നാൽ. അപ്പോഴത്തെ ഈ കയറ്റം അങ്ങ് തള്ളി കയറ്റാൻ പോവുകയാണ്. മുമ്പ് ഞാൻ വളരെ കൂളായിട്ട് ഇറങ്ങി വന്ന കയറ്റമാണ്. ഹലോ, കേരള? അത് ശരി, മലയാളി പിള്ളേർ ആണ്ട് അവന്മാരെ കൂടെ കൂട്ടിക്കും. എടാ മക്കളെ, നാട്ടിൽ നിന്നാ വാ. പിള്ളേർ നാട്ടിൽ നിന്നാ. നീ വാ, നിങ്ങൾക്ക് കൂട്ടില്ലെന്ന് പറയല്ലേ. ഇവിടെ പേര് കുഞ്ഞി. അത് ശരി, എന്നാ പറയണ്ടേ. ഇവിടെ കൂടുതലും സൈക്കിൾ എടുത്തോണ്ട് നടക്കുന്ന മുഴുവൻ മലയാളീസാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് പോയാൽ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേർ മുമ്പോട്ട് പോയിട്ടുണ്ട്. ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മ പിള്ളേർ ഇങ്ങനെ ഇരിക്കേ.